അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മൻസൂർ അലി മണ്ണാർക്കാടിൻ്റെ വീഡിയോകൾ കേൾക്കുമ്പോൾ എനിക്ക് മക്കാ മുശ്രിക്കുകളെയാണ് ഓർമ്മ വരുന്നത്. കാരണം മക്കാ മുശ്രിക്കീങ്ങൾക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വാസമില്ലായിരുന്നു. ഹബീബായ തങ്ങൾ പഠിപ്പിച്ച അള്ളാഹുവിലും വിശ്വാസം ഇല്ലായിരുന്നു മക്കാ മുശ്രിക്കീങ്ങൾക്ക്. ആഖിറത്തിലും മക്കാ മുശ്രിക്കീങ്ങൾക്ക് വിശ്വാസമില്ലായിരുന്നു. ഈ വിശ്വാസം മൻസൂർ അലിക്കും ഇല്ല എന്നാണ് അയാളുടെ വീഡിയോകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം കളവ് പറയുന്നതിന്, പച്ചക്കള്ളം പറയുന്നതിന് ഒരു മടിയും ഇല്ലാത്ത വ്യക്തിയാണ് മൻസൂർ അലി. കാരണം തൻ്റെ വീഡിയോയിൽ എങ്ങനെയും ക്യാഷ് കിട്ടണം എന്നൊരൊറ്റ ചിന്തയോടുകൂടി മാത്രമാണ് ഇയാൾ വീഡിയോ ചെയ്യുന്നത്. അയാൾ അല്ലാതെ ഇദ്ദേഹത്തിന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനോട് എന്തെങ്കിലും മഹബത്തോ കൂറോ ഉള്ളതുകൊണ്ടല്ല ഇയാൾ വീഡിയോകൾ ചെയ്യുന്നത്. കാരണം ഇദ്ദേഹം ചെയ്തൊരു വീഡിയോ ഉണ്ട്, മക്കാ മുശ്രിക്കീങ്ങളുടെ വിശ്വാസം സക്കാഫികളെ തള്ളി കാന്തപുരം എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് അയാൾ ഒരു വീഡിയോ ചെയ്തു. പച്ചക്കള്ളം വീഡിയോ കട്ട് മുറിച്ചുകൊണ്ട് പറയാണ്. അങ്ങനെയാണ് കളവ് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ. കളവ് ചെയ്യുമ്പോൾ പറയും ഞാനങ്ങനെ ചെയ്യുന്നില്ലേ. ഇയാളുടെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ഇനി ഞാൻ വീഡിയോ കട്ട് മുറിച്ചു എന്നൊന്നും പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ വീഡിയോ കാണിക്കുന്നത്. ആദ്യം ഇദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ തുടക്കം ഒന്ന് നിങ്ങളെല്ലാവരും കേട്ടു നോക്കുക. ആകാശത്തെയും ഭൂമിയെയും പടുത്തത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ്. അപ്പോൾ അല്ലാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ മുശ്രിക്കുകൾ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇവിടെ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് മക്കാ മുശ്രിക്കീങ്ങൾക്ക് അവർക്ക് അള്ളാഹുവിനെ അറിയാമായിരുന്നു. ആരാണ് മഴ വർഷിക്കുന്നതെന്ന് ചോദിച്ചാൽ അന്നത്തെ മക്കാ മുശ്രിക്കുകൾ പറയും അത് അള്ളാഹു ആണ് എന്ന് പറയും. ഏതല്ലാ? നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹു ആണ് എന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. മുറിച്ച് കാണിച്ചിക്കാന്ന് ആരും പറയണ്ട. മുറിക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. ഇദ്ദേഹത്തിന് മുറിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ഉസ്താദിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രസക്തമായ ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് അവരുടെ ആശയത്തിന് ഒത്തുവരുന്ന ഭാഗം മാത്രം എന്ന് പറഞ്ഞാൽ അപ്പുറവും ഇപ്പുറമൊക്കെ കട്ടുമുറിച്ച് എന്ത് ചെയ്യുന്നത്, വ്യാഖ്യാനിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറയാണ്, ഒരാളെക്കുറിച്ച് പറയുന്നു, ഇന്ന ആൾ ഇന്നത് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് ഇന്ന ആൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ വീഡിയോയിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ ഭാഗം മാത്രം കട്ട് ചെയ്ത് കാണിച്ചിട്ട് കണ്ടോ, ഹാഷിം സഖാഫി അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു, കണ്ടോ എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം കളവാണ്, എത്രത്തോളം കാപട്യമാണ്. കാരണം വേറൊരാൾ പറഞ്ഞ വിഷയം ഞാനെടുത്ത് ഉദ്ധരിക്കുകയാണല്ലോ ചെയ്യുന്നത്. എന്നിട്ട് ആ ഉദ്ധരണിയിൽ ആരാണോ പറഞ്ഞത് എന്ന് പറയുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ പറഞ്ഞത് ഞാൻ പറഞ്ഞതാണ് എന്ന് വരുത്തി തീർക്കുക. ഈ ശൈലിയാണ് യഥാർത്ഥത്തിൽ ഇയാൾ ഈ വിഷയത്തിലും ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇയാൾ പറഞ്ഞ വീഡിയോ കട്ട് ചെയ്യുന്ന പരിപാടി ഇല്ല എന്ന് പറഞ്ഞ് ഇയാൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞ് വേറെ കുറേ വീഡിയോ ഒക്കെ കാണിച്ചതിന് ശേഷം വീണ്ടും ഉസ്താദിൻ്റെ വീഡിയോയുടെ ബാക്കി ഭാഗം അദ്ദേഹം കാണിക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് കേൾക്കാം. പരമോന്നത നേതാവായ എ.പി. അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചോളി, ഇല്ലെങ്കിൽ വേറെ രേഖ നമുക്ക് കയറാം. ആദ്യം അതൊന്ന് കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന കാലത്ത് അബൂജഹലിന്റെയും അനുയായികളുടെയും ശ്രദ്ധയിൽ പെടുത്തിക്കൊണ്ട് ഈ ആകാശഭൂമി ചരാചരങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അല്ലാഹു ആണെന്ന് അവർ പറയും. അതാണ് ഖുർആൻ പറയുന്നത്, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്. ആകാശത്തെയും ഭൂമിയെയും പടുത്തത് ആരാണ്
എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ മുശ്രിക്കുകൾ. അപ്പോ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ മുശ്രിക്കീങ്ങൾ എന്നാണ് ഇവിടെ പറഞ്ഞത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വീഡിയോ കട്ട് ചെയ്യുന്ന പരിപാടി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോയുടെ പ്രസക്തമായ ഭാഗം ഇദ്ദേഹം കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചുഴലിക്ക് മറുപടി കൊടുത്തുകൊണ്ടൊരു വീഡിയോ ചെയ്തപ്പോൾ മക്കാ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ച് ലളിതമായ രൂപത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഞാൻ ഉദാഹരണം പറഞ്ഞു. ഈ പ്രപഞ്ചത്തിൽ ലോകത്തുള്ള ഏകദേശം മതവിശ്വാസികളും ഈ ലോകത്തെ സൃഷ്ടിച്ച ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അറബികളും അങ്ങനെ വിശ്വസിച്ച് പോന്നിരുന്നവരാണ്. എന്നാൽ ആ വിശ്വസിച്ച് പോന്നിരുന്ന ആ ശക്തിക്ക് അറബികൾ അള്ളാഹ് എന്ന് പേര് കൊടുത്തിരുന്നു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ ഉള്ള പ്രവാചകന്മാർ പരിചയപ്പെടുത്തിയ, പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ അള്ളാഹുവിലല്ല വിശ്വസിച്ചിരുന്നത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പിന്നെ ഒരു ശക്തിയുണ്ട്, ആകാശഭൂമികൾ സൃഷ്ടിച്ചത് ആരാണ്? അത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ശരീരമുണ്ടെന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പങ്കുകാരുണ്ടെന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ശക്തിയുണ്ട് എന്ന് മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ വിശ്വസിക്കുകയും എന്നിട്ട് അതിന് അള്ളാഹു എന്ന ഒരു പേര് കൊടുക്കുകയും ചെയ്തു എന്നല്ലാതെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ, ഖുർആൻ പരിചയപ്പെടുത്തിയ, 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ ഇവർ വിശ്വസിച്ചിട്ടേയില്ല. മഹാന്മാരായ ഇമാമിങ്ങളൊക്കെയും പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ ഹദീസും വിശദീകരിച്ചുകൊണ്ട് ഈ വിഷയങ്ങൾ അവർ സമർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, മക്കാ മുശ്രിക്കീങ്ങളുടെ വിശ്വാസം അത് നമ്മൾ ഡീറ്റെയിലായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഇമാമിങ്ങളൊക്കെയും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ. എന്നാൽ ഇയാൾ പറയുന്നതോ അദ്ദേഹത്തിൻ്റെ സ്വന്തം വക മാത്രമാണ്. ഖുർആനാണ് അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ സ്വന്തം വക വിളിച്ചു പറയുന്നതെന്നല്ലാതെ ഏത് കിതാബിൽ പറഞ്ഞു ഒരു വിഷയം ഇന്നയാൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു ഹദീസിൻ്റെ വിഷയമാകട്ടെ, അതുപോലെ തന്നെ ഖുർആനായത്തിൻ്റെ വിഷയമാകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും വിശദീകരണങ്ങൾ പൂർവ്വകാലത്തുള്ള ഇമാമിങ്ങളുടെ പേരിൽ പറയുമ്പോഴാകട്ടെ, അവരെവിടെ പറഞ്ഞു, ഏത് കിതാബിൽ പറഞ്ഞു എന്ന് പറഞ്ഞ് ആ ഉദ്ധരണി വായിച്ച് അർത്ഥം വെച്ച് വിശദീകരിക്കാൻ ധൈര്യമില്ലാത്ത, അതിനുള്ള വിവരമില്ലാത്തയാളാണ് മൻസൂർ അലി. എന്തായാലും പ്രിയമുള്ളവരെ, ഈ മൻസൂർ അലിയോട് ഉപദേശിക്കാനുള്ളത്, മൻസൂർ അലിയെപ്പോലെ ദീനിൻ്റെ പേരിൽ കളവ് പറയുന്നവരോട് പറയാനുള്ളത്, നമ്മളെല്ലാം മരിക്കേണ്ടവരാണ്. കളവ് എന്ന് പറയുന്ന ഏറ്റവും വലിയ തിന്മ, അതിനെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുമെന്ന ബോധം മൻസൂർ അലിക്കടക്കമുള്ള വഹാബികൾക്ക് വേണം. പക്ഷേ വഹാബികൾക്ക് കളവ് പറയുന്നതിൽ ഒരു പേടിയില്ല. കാരണം കളവ് പറയൽ മത്സരം വരെ നടത്തിയിട്ടുള്ള ടീമുകളാണല്ലോ വഹാബികൾ. അത് നമ്മൾ പലരും മുമ്പ് കേട്ടിട്ടുള്ള വീഡിയോകളാണ്, ഞാനതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ അവിടെ നിന്നാണ് മക്കാ മുശ്രിക്കീങ്ങളുടെ വിശ്വാസം സഖാഫികൾക്ക് പഠിപ്പിച്ചു തന്നത്. അവിടെ നിന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആദർശം കൃത്യമായി പറയാൻ പഠിപ്പിച്ചു തന്നത് മൻസൂർ അലി. എന്നിട്ട് ആ സുൽത്താനുൽ ഉലമ പഠിപ്പിച്ചു തന്ന ആശയത്തിനെതിരെ ഇപ്പോൾ പറയുന്നു എന്നാണോ? അത് ആ പരിപ്പ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ട് വേവിച്ചാൽ മതി, കേരളക്കരയിൽ അത് വേവൂല എന്ന് മാത്രമാണ് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ആ പ്രഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കൂടി കേട്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങളിപ്പോൾ കേട്ടു നമ്മുടെ വിദേശ പൗരസംഘവും ആരംഭിച്ചത് ആ ബൈത്തിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയലും അവിടുത്തെ ഓർക്കലും ഫർളുൻ അലൽ ഉമമി, അത് ജനങ്ങൾക്ക് നിർബന്ധമാണ്. കാരണം
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന കാലത്ത് അബൂജഹലിന്റെയും അനുയായികളുടെയും ശ്രദ്ധയിൽ പെടുത്തിക്കൊണ്ട് ഈ ആകാശഭൂമി ചരാചരങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അല്ലാഹു ആണെന്ന് അവർ പറയും. അതാണ് ഖുർആൻ പറയുന്നത്, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്. ആകാശത്തെയും ഭൂമിയെയും പടച്ചത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹു ആണ്. അപ്പോൾ അല്ലാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ മുശ്രിക്കുകൾ. പക്ഷെ അവരെന്തുകൊണ്ട് മുശ്രിക്കായി? അത് ഖുർആൻ തന്നെ മറ്റു സ്ഥലത്ത് പറയുന്നു, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി. അല്ലാഹ് പറയാതല്ലാതെ അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അവർ അറിഞ്ഞില്ല. അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് അവർ മുശ്രിക്കീങ്ങളിൽ പെട്ടുപോയത് എന്ന് ഖുർആൻ തന്നെ പ്രത്യേകമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ അല്ലാഹുവിനെ അറിയാതെയായി പോയത് എന്തുകൊണ്ടാണ്? അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കാത്തത് കൊണ്ടും ആ നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതനുസരിച്ച് നാം മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ്.